When the entire school comes together to celebrate the past year's success and achievements. This is a day of great importance for the St. Mary's family. It's a time to reflect on the year's accomplishments and to look forward to the future. വിശ്വമാകെ വെളിച്ചം വിതറി നിലകൊള്ളുന്ന സൂര്യ തേജസ്സായി വിദ്യ വിളങ്ങി നിൽക്കുന്നു. അറിവിന്റെ പൊൻകിരണങ്ങൾ ഇരിഞ്ഞാലക്കുടയുടെ മണ്ണിൽ വാരിത്തൂക്കി പ്രശസ്തിയുടെ നെറുകയിൽ നിന്നുകൊണ്ട് വർഷങ്ങളായി ദീപസ്തംഭമായി തിളങ്ങി നിൽക്കുന്ന സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ദീർഘകാലത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയ സഹപ്രവർത്തകർക്കുള്ള യാത്രയായിരിക്കും ഇന്നിവിടെ സമുചിതമായി നടത്തപ്പെടുന്നു. ഈ വേള മഹനീയമാക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികൾക്കും ഏവർക്കും സെന്റ് മേരീസിന്റെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്നേഹസ്വരൂപനായ സകലത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ കാരുണ്യ സ്പർശം സെന്റ് മേരീസ് വിദ്യാലയത്തിനുമേൽ നിറഞ്ഞൊഴുകുന്നതിൽ ഹൃദയപരമാർത്ഥതയോടെ നന്ദി അർപ്പിക്കാം. പ്രാർത്ഥനാ നിർഭരമായ മധുര രീതിക്കൊപ്പം ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പരിപൂർണതയിലേക്ക് ഉയർത്തും. Oh
ശ്രീമതി മേരിക്കുട്ടി ജോയ് അവരുടെ, ഇരിഞ്ഞാലക്കുട രൂപത കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ സി ജോ ഇരപ്പൻ അവരുടെ, വാർഡ് കൗൺസിലർ ശ്രീമതി ഫെനി എബിൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അസിസ്റ്റന്റ് വികാർ ഫാദർ ബി ഡി പന്നിക്കാരൻ അവരുടെ, പി ടി എ പ്രസിഡന്റ് ശ്രീ അജോ ജോൺ, കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ തോമസ് പാറേക്കാട്, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ ആൻസൺ ഡൊമിനിക് സർ, OSA പ്രസിഡന്റ് ശ്രീ ജിയോ പോൾ, സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ശ്രീമതി ബിന്ദു ടീച്ചർ, സ്കൂൾ ലീഡർ കുമാരി ക്രിസ്റ്റാഡിയോ, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ജാൻസി ടീച്ചർ, ശ്രീമതി നീമ ടീച്ചർ, ശ്രീമതി ഷീജ ടീച്ചർ, നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന അൽഫോൻസ ടീച്ചർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ ബന്ധുമിത്രാദികളെ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ അധ്യാപക അനധ്യാപകരെ, മുൻ വർഷങ്ങളെ PTA, MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, OSA അംഗങ്ങളെ, സ്കൂളിന് എന്നും താങ്ങും തണലുമായി നൽകുന്ന ഇപ്പോഴത്തെ PTA, MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, MPTA പ്രസിഡന്റ് ശ്രീമതി സിബി പോൾ, മുൻ വർഷങ്ങളിലെയും ഇപ്പോഴത്തെയും കത്തീഡ്രൽ ട്രസ്റ്റിമാരെ, പള്ളി കമ്മിറ്റി അംഗങ്ങളെ, ഇന്നത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രിയ നിറഞ്ഞ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ ജില്ലയിൽ ആഘോഷങ്ങൾക്ക് വലിയ സ്ഥാനമാണല്ലോ ഉള്ളത്. ഒരു സ്കൂളിന്റെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള ആഘോഷങ്ങളിൽ ഒന്നാണല്ലോ ആനുവൽ ഡേ സെലിബ്രേഷൻ. വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും, പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെയും PTA-യുടെയും അധ്യാപക അനധ്യാപകരുടെയും കഠിനാധ്വാനത്തിന്റെ വിളംബരമാണ് ഇന്നത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ. പഴയ സംസ്കാരത്തിന്റെ നല്ല ആശയങ്ങൾ നൂതന സംസ്കാരത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതുപുത്തൻ സംസ്കാരത്തിന് രൂപം നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് മിസ്റ്റിക് എക്കോസ് 2K24 എന്ന ആനുവൽ ഡേ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. OASIS എന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇത് സെന്റ് മേരീസിലെ തന്നെ സൃഷ്ടിയാണ്. 1400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 240 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. ഇതിൽ 56 പേർക്ക് ഫുൾ A+ഉം 100% വിജയവും 9 പേർക്ക് 9A+ വാങ്ങി തിളക്കമാർന്ന വിജയം നേടി. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ ജീവിത നൈപുണികൾ നേടാൻ പരിശീലിപ്പിക്കുന്നു ഈ വിദ്യാലയം. ഇതിന് തെളിവാണ് USS പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച് സബ് ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. സബ് ജില്ലാ കലോത്സവത്തിൽ, സബ് ജില്ലാ ശാസ്ത്രമേളയിൽ 86 സ്കൂളുകളിൽ 5ാം സ്ഥാനവും, സംസ്കൃതോത്സവത്തിൽ ഹൈസ്കൂളിൽ 2ാം സ്ഥാനവും, UP വിഭാഗത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു. കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിവെച്ച ഓണസദ്യയും അബാക്കസ് പരിശീലനവും, സിലബസ് ഓറിയന്റഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, SSLC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും കൗൺസിലിംഗും മോട്ടിവേഷൻ ക്ലാസുകളും ഈ വർഷവും നടപ്പിലാക്കാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിവെച്ച SSLC ബാച്ചിലുള്ള സീരീസ് എക്സാം A+ന്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നതിനാൽ ഈ വർഷവും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ സ്വപ്നമായ ആക്ടിവിറ്റി റൂം ലയൺസ് ക്ലബിന്റെ സഹായത്തോടെയും PTA-യുടെ സഹായത്തോടെ സ്കൂൾ സ്റ്റേജും 2023-24 SSLC ബാച്ച്, OSA, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ സഹായത്തോടെ സ്കൂൾ ഗാർഡന്റെ നവീകരണവും വിദ്യാർത്ഥികളുടെ റൈറ്റിംഗ് സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് കോപ്പി ബുക്കുകൾ ഫ്രീ ആയി നൽകാനും +2 NSS നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകിയ ഭവനത്തിന് വിദ്യാർത്ഥികളിൽ നിന്ന് 2 ലക്ഷം രൂപ സമാഹരിച്ച് നൽകാനും സാധിച്ചു എന്നതിലും ചാരിതാർത്ഥ്യമുണ്ട്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പെൺകുട്ടികൾ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സഹവിദ്യാഭ്യാസം ആവശ്യമാണെന്ന ബോധത്താൽ പെൺകുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു
അടുത്ത അധ്യയന വർഷത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പരിപാടികൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. കോവിഡിന് ശേഷം ജീവിതത്തിന്റെ കെട്ടും മട്ടും തന്നെ മാറിയിരിക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് വ്യതിചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. AI യുഗത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വിദ്യാർത്ഥികളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തിയിലും വരുത്തിയ മാറ്റങ്ങൾ കുടുംബത്തിലും നാടിനും അവനവന് തന്നെയും നന്മയ്ക്ക് വകുന്നതാണോ എന്ന് പലപ്പോഴും എന്നെ ആശങ്കപ്പെടുത്താറുണ്ട്. ഇതിന് പരിഹാരം കാണാൻ എല്ലാവരുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ സമ്പൂർണ്ണ പിന്തുണയും ഉണ്ടായാൽ ഈ ആശങ്ക ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നൂതന രീതികൾ അവലംബിക്കുന്ന സെയിന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെയും ചേർത്ത് നിർത്തി തിന്മയെ ചെറുക്കാനും നന്മയെ വളർത്താനുമുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിക്കനുസരിച്ച് വിദ്യാർത്ഥികളെ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒരുക്കത്തക്ക പ്രവർത്തനങ്ങളും അടുത്ത അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച് ആസൂത്രണം ചെയ്തിരുന്നു. റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ സേവനങ്ങൾ ശിഷ്ടജീവിതത്തിന് മുതൽകൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാർത്ഥികളുടെയും വിദ്യാലയത്തിന്റെയും ഉന്നമനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മുൻ വർഷങ്ങളിൽ ഈ വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് സേവനമനുഷ്ഠിച്ച് കടന്നുപോയ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും സർവോപരി ഈ വിദ്യാലയത്തെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും അടുത്ത അധ്യയന വർഷവും മികച്ച വിജയം കരസ്ഥമാക്കാൻ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ മക്കൾ നാടിനും വീടിനും സമൂഹത്തിനും തനിക്ക് തന്നെയും ഉപകാരപ്രദമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇരിഞ്ഞാലക്കുട രൂപതയിലെയും ഓരോ സ്കൂളുകളിലെയും സ്വന്തമായി കരുതുന്ന രൂപതയിലെ അക്ഷരങ്ങളെ ചേർത്ത് നിർത്തുന്ന നല്ലിടയനുമായ അഭിമന്യ പിതാവിനെ ഈ വാർഷികാഘോഷത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് ഏറ്റവും ആദരവോടെ സെന്റ് മേരീസ് സ്കൂളിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത നൽകിയിരിക്കുന്ന ഇന്ത്യയിലെ ആദരണീയനായിട്ടുള്ള ഒരു സ്കൂളിൻ്റെ മാനേജറും കത്തിരപ്പള്ളിയിൽ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട നാസറച്ചും പ്രിയമുള്ള ഇന്നലക്കുട മുനിസിപ്പാലിറ്റിയുടെ ആദരണീയമായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോൺ, കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജർ ബഹുമാനപ്പെട്ട സിജു അച്ഛൻ, ഞാൻ സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഇന്ന ദിവസം പ്രത്യേകമായിട്ട് ആദരവ് സ്വീകരിച്ച് ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജാൻസി ടീച്ചർ, നീമ ടീച്ചർ, ഷീജ ടീച്ചർ, ഏറ്റവും പ്രിയമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ കുടുംബാംഗങ്ങളെ, ക്ഷണിതാക്കളായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതിന് തന്നെ സെന്റ് മേരീസ് സ്കൂളിന് ഞാനൊരു അഭിനന്ദനം കൊടുക്കുകയാണ്. വെറൈറ്റി മീൻസ് ബ്യൂട്ടി. ഇന്നത്തെ വളരെ ആഘോഷമായിട്ടുള്ള റിട്ടയർഡ് ടീച്ചേഴ്സ് നൽകുന്ന സ്വീകരണം വളരെ തനിമയാർന്ന പ്രോഗ്രാമുകളായിരുന്നു. അതിന്
ഞാൻ സ്കൂളിനെ പ്രത്യേകിച്ച് പങ്കെടുത്തവരെ, അതിന് നേതൃത്വം കൊടുത്തവരെ എല്ലാവരുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. സെന്റ് മേരീസ് സ്കൂള് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കലാലയം. കഴിഞ്ഞ 5 വർഷത്തിൽ 56 ഫുൾ എ പ്ലസും 100% വിജയവും 9 എ പ്ലസും നേടി നല്ല മികവാർന്ന കലാലയമായിട്ട് മുന്നോട്ട് കയറി. പ്രത്യേകം ഞാൻ നല്ല വിജയത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ വർഷവും ഇതിനും മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് നേരുന്നു. കൂടുതൽ എ പ്ലസും നല്ല വിജയവും നേടട്ടെ. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് കായിക രംഗങ്ങളിൽ നല്ല മികവ് ഈ സ്കൂള് ഓരോ വർഷവും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ പറയട്ടെ. Chairperson Srimati Nilakani Joy, Corporate Manager Father C. Joy Linden, Ward Councillor Srimati Femi Idu, Kochichani, Father Gavin Bedikara, PTA President Ajojo, Pinyalakura Central Hospital Trustee Sri Timos Marekade, St. Mary's HSS Pinyalakura Principal Sri Anson Dominic, OSC Principal Sri Gio Paul, Staff Representative Pinto, Teacher, School Leader Kumari Christian Dion, retired children, Adelaide Jansi teacher, Nima's teacher, she is a teacher, Priyamala Saturday Saturday. ഇത്രയും സമയം കൊണ്ട് നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കും. സ്കൂൾ റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് നമ്മൾ അതിമനോഹരമായിട്ട് പ്രസന്റേഷനിലൂടെ മനസ്സിലാക്കി. അതിന് മതി ഈ പ്രസംഗങ്ങൾക്ക് പ്രസക്തി. ഒരു വർഷം സെന്റ് മേരീസ് സ്കൂൾ എത്ര മനോഹരമായി ക്രിയാത്മകമായി പ്രതികരിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണത്, രേഖാമൂലം. സെന്റ് മേരീസ് സ്കൂൾ എവിടെ നിൽക്കുന്നുവെന്ന് ഇനി നാം വാക്കുകൾ കൊണ്ട് പറയേണ്ട, കണ്ണുകൾ കൊണ്ട് നാം കണ്ടതാണ്. ആയതിനാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ
1.5 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അല്പസമയം കൂടി ഞാൻ സമയം തന്നെ നിർത്തിക്കൊള്ളു. എന്നിരുന്നാലും സ്കൂൾ മാനേജർ എന്നുള്ള നിലയിൽ ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക കുടുംബത്തിന്റെ അഭിമാനമായ സെന്റ് മേരീസ് സ്കൂൾ ഇരിഞ്ഞാലക്കുടയുടെ അഭിമാനം മാത്രമല്ല, സബ് ജില്ലയുടെ അഭിമാനം മാത്രമല്ല, ജില്ലയുടെ അഭിമാനം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെയും കൂടി അഭിമാനമാണ് എന്ന് ഞാൻ പറയുന്നതിൽ സന്തോഷം. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനം നേടിയ 2 കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഒന്ന് ഷൂട്ടിങ്ങിലും ഒന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ്. ഇനി അവർ പോകുന്നത് ഒളിമ്പിക്സിലേക്കായിരുന്നു. ഒളിമ്പിക്സിൽ എത്തണമെന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിൻസിപ്പൽ ശക്തമായിട്ട് അതിന് പുറകിൽ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സെന്റ് മേരീസ് സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ചില യൂണിവേഴ്സിറ്റികൾ തക്ഷശില, നളന്ദ, പാർവതിപീഠ് തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. അത് എക്കാലത്തും എല്ലായ്പ്പോഴും അതിൻ്റെ പേര് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ കുട്ടികളെ പ്ലീസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നത് നമ്മുടെ സെന്റ് മേരീസ് സ്കൂൾ ആധുനിക ലോകത്തിലെ ഒരു തക്ഷശിലയോ ഒരു നളന്ദ യൂണിവേഴ്സിറ്റിയോ ആണ്. ഏവരും അറിയപ്പെടുന്ന ആദരിക്കുന്ന ഒരു വിദ്യാ കേന്ദ്രം അതാണ് സെന്റ് മേരീസ് സ്കൂൾ. സെന്റ് മേരീസ് സ്കൂളിൽ നാം കൊടുക്കുന്ന ഫോർമേഷൻ, ട്രെയിനിങ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല, കായികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സകല തലങ്ങളിലും സമഗ്രമായ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം കിട്ടിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആനുവൽ ഡേക്ക് നാം പേരിട്ട് വിളിക്കുന്നത് മിസ്റ്റിക് അക്വോസ് എന്നാണ്. ഈ മിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? മിസ്റ്റിക് എന്ന് വെച്ചാൽ a person who seeks by contemplation, meditation, self-subordination to obtain the unity with the Absolute, who is the source of knowledge and the wisdom. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി? മിസ്റ്റിക് എക്കോസ് എന്ന് പേരിട്ട് വിളിക്കാനുള്ള കാരണം, മിസ്റ്റിക് എന്ന് വെച്ചാൽ അവൻ ധ്യാനത്തിലൂടെയും സ്വയം സമർപ്പണത്തിലൂടെയും ദൈവത്തോട് ഒന്നായി ചേരുന്നതിന് വേണ്ടി അന്വേഷണം നടത്തുന്നവനാണ് ദ മിസ്റ്റിക്. ദൈവത്തോട്, ദൈവമാരാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത, ദ ട്രൂ വിസ്ഡം. ആ വിസ്ഡമാണ്, the true wisdom is the combination and the unity of the practical wisdom and the theoretical wisdom. അതിന്റെ അപ്പുറത്ത് വേറെ വിസ്ഡം ഒന്നുമില്ല, ജ്ഞാനം ഒന്നും തന്നെ. അതുകൊണ്ടാണ് നാം ഈ വർഷം ഇതിന് പേരിട്ടത് മിസ്റ്റിക് എക്കോസ്. സമഗ്രമായ ജ്ഞാനത്തിന്റെ ഉറവിടമായ പൂർണ്ണതയായ ദൈവത്തോട് ഒന്നു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ് സെന്റ് മേരീസ് സ്കൂൾ. അത് ഇരിഞ്ഞാലക്കുട പാർവൈറ്റിലെ എണ്ണപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അതിനാൽ തന്നെ അതിന് സമഗ്രമായ
ഞാൻ അഭിനന്ദിക്കുകയാണ്. സെന്റ് മേരീസ് സ്കൂൾ മാനേജ്മെന്റിനെയും സ്റ്റാഫ് അംഗങ്ങളെയും ഹെഡ് മിസ്ട്രസിനെയും പഠിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും PTA-യെയും മാതാപിതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു വർഷം കടന്നു പോകുമ്പോൾ അതിമനോഹരമായ സുന്ദരമായ വിജയങ്ങൾ കൊയ്തെടുത്തൊരു കാലമാണ് ഇതാ കടന്നു പോകുന്നത്. നാം ഓർക്കുക, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ സ്കൂളിൽ നിന്ന് 3 ടീച്ചർമാർ പടിയിറങ്ങുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും തന്നെ നമുക്കായിട്ട് മാറ്റിവെച്ചതാണ്. ഒരു പക്ഷേ അവർ കണ്ടു കഴിഞ്ഞാൽ റിട്ടയർമെന്റിന് സമയമായോ എന്ന് സംശയിക്കും. പ്രത്യേകിച്ച് ഇന്ന് അവർ അണികഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണോ എന്ന് സംശയിക്കപ്പെട്ട വിധത്തിലാണ് അവർ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് റിട്ടയർഡ് ടീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് അവർ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് റിട്ടയർ ചെയ്യുന്ന ടീച്ചർമാർ കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ അവർ പണ്ട് റിട്ടയർ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്രയും മുഖ്യകളായിട്ടുണ്ടാകും. പക്ഷെ ഇവര് ചെറുപ്പക്കാരികളാണ്. അതുകൊണ്ട് ഗവൺമെന്റിനോട് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കണം, ഒരു 10 വർഷം കൂടെ ഒരു സർവീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന്. ഇതാണ് പൊതുവെയുള്ള അഭിപ്രായം. ടീച്ചർമാർ റിട്ടയർ ചെയ്താലും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീടിന്റെ 4 ചുമരുകളിൽ കൂടി ഒതുക്കല്ലേ എന്നത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, ഉയർന്ന നേതൃത്വ നിലകളിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇപ്പോൾ നമ്മുടെ ഇടവക അംഗമായിരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ കണ്ടിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നു നമ്മുടെ ഇടവകയിൽ നിന്ന്. എനിക്ക് അഭിമാനമുണ്ട്. ഞാനത് ഇടവകയിൽ അത് ഉറക്കെ പറയണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ അതങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തലങ്ങളിലേക്ക് വാർഡ് കൗൺസിലേഴ്സ്, MLA, MP, മന്ത്രി തലങ്ങളിലേക്കൊക്കെ ടീച്ചർമാരെ നിങ്ങളെ ആവശ്യമുണ്ട്. പാർട്ടികൾ തേടി വരുന്നത് ഒരു കാരണവശാലും നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റിസർവേഷൻസ് ഒക്കെ ഒരുപാടുള്ള സമയമാണ്. അതുകൊണ്ട് there are chances. If you miss the chance, then the chance will never come back. അതുകൊണ്ട് ടീച്ചർമാരായ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തലങ്ങളിൽ വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഈ ആനുവൽ ഡേ ഇത്ര മനോഹരമായി കലാപരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. കാരണം നമ്മുടെ സ്വീകരണ പ്രദക്ഷിണത്തിൽ 7 ഡാൻസുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കി. 7 ഡാൻസിന് ഇവിടെ സമയം വേണ്ട, അതും അവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതും മിടുക്കാൻ ഇത് അറേഞ്ച് ചെയ്ത ടീമിൻ്റെ സ്കൂൾ അതിൻ്റെ ജനറൽ കൺവീനറുടെ, അതുപോലെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ ഒക്കെ പ്രകടമായിട്ടുള്ള വൈഭവം പ്രദർശിപ്പിക്കാൻ കിട്ടിയ ആ അവസരത്തെ ഞാൻ അഭിനന്ദിക്കുകയും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ നല്ല വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർക്കോണി പിതാവ് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളത് നമ്മളുടെ
2024 സെന്റ് മേരീസ് സ്കൂളിൻ്റെ നല്ലൊരു അവലോകനം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് തന്നെ കാണും. ഇനി അച്ഛൻ നമ്മുടെ ബിഷപ്പും വികാരിച്ചും ഒക്കെ നല്ല ഒരു വിശദമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നില്ല അത്രയേറെ പ്രസക്തത ഉണ്ടെന്ന്. എങ്കിലും രണ്ടേ വാക്ക് എനിക്ക് സംസാരിക്കാനുള്ളൂ. എങ്കിലും നമ്മുടെ ഈ സെന്റ് മേരീസ് സ്കൂൾ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കലാപരവും അതുപോലെ പാഠ്യേതര രംഗങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഉന്നത സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. ഇവരുടെ വിജയം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അതേ തരത്തിലാണ് ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ഓർമ്മകളും അതുപോലെയുള്ള ഇപ്പോഴുള്ള സന്തോഷവും അതുപോലെ ഈ ഭാവിയിലുള്ള പ്രതീക്ഷയും ഒക്കെ കാത്തുകൊണ്ടാണ് നമ്മളൊരു ആനുവൽ ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. കുട്ടികൾക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഉയരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾ ഇവിടെ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഒരു കുട്ടിക്ക് മൂല്യബോധമുള്ള ഒരു കുട്ടിയായിരിക്കണം. അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായാൽ അവർക്ക് എല്ലാം തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് പഠിക്കാനുള്ള കഴിവിലേറെ വേണ്ടത് വ്യക്തിത്വം. നമ്മുടെ സെന്റ് മേരീസിൽ നിന്ന് ആത്മീയപരമായി അവരെ ഒരുക്കിയാണ് ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ വിടുന്നത്. അവർക്ക് എവിടെ ചെന്നാലും ഏത് കാര്യത്തിൽ ഏത് എവിടെയും അവരുടെ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവും എല്ലാം ഈ കുട്ടികൾക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് 3 പേര് അച്ഛൻ പറഞ്ഞ പോലെ അവരെ കണ്ടിട്ട് ആണെന്നുള്ളതും നമുക്ക് ആർക്കും തോന്നുകയില്ല. ജാൻസി ടീച്ചർ, നീമ ടീച്ചർ, ഷീജ ടീച്ചർ, ഈ ടീച്ചേഴ്സിന് ഒത്തിരിയേറെ അറിവിന്റെ ശേഖരം അവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും മൂട്ടി വയ്ക്കാനുള്ളതല്ല, ഇനിയും അത് ഉപയോഗപ്പെടുത്തണം. ആ ഇൻപുട്ട് പുറത്തു വരണം. ഔട്ട്പുട്ട് അവർക്കുള്ളത് പുറത്തു വരണമെങ്കിൽ ഇനിയും അവർ പ്രവർത്തിക്കണം. പച്ച പറഞ്ഞ സോഷ്യൽ മേഖലയിലായാലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും നിങ്ങളൊരു ചാൻസ് കിട്ടിയ കളയരുത്. നിങ്ങളുടെ അറിവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിലൊക്കെ ഇടപെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനം നമ്മളുടെ മക്കളിലൂടെ എത്താവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ. ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരിയേറെ കഴിവുകൾ നമ്മുടെ ശീല ടീച്ചറുടെ ക്രിസ്മസ് പറഞ്ഞു. നിങ്ങൾ ഒത്തിരിയേറെ സേവന മനോഭാവത്തോടെ നമ്മുടെ ഈ സെന്റ് മേരീസ് സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച ടീച്ചേഴ്സാണ്. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അതുപോലെ അവരുടെ പാഠ്യേതര കലകളൊക്കെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. സെലിബ്രേഷനെ എല്ലാവിധ ആശംസകൾ അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ പ്രാവീണ്യം പുലർത്തുന്നു. നവനവനായ ആശയങ്ങൾ കണ്ടെത്തി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയിലെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വാർത്തെടുക്കുന്നതിൽ പ്രഗത്ഭനായ കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ സീജോ ഇരുവലച്ചനെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ സഹപ്രവർത്തകരുടെ ഫോട്ടോ അനാച്ഛാദനകർമ്മം നിർവഹിച്ച് സംസാരിക്കുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹൈസ്കൂളിലെ വാർഷിക ആഘോഷങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച് തിരികെപ്പെടുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ കലാലയത്തിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നമുക്ക് സ്വാഗതം ആശംസിച്ച് ഈ കലാലയത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ടീച്ചർ മുഖ്യാതിഥിയായിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജോയ്, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷമുണ്ട് ഈ കലാലയത്തിലെ വാർഷിക ആഘോഷങ്ങളിൽ സംബന്ധിക്കാനായിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇരിങ്ങാലക്കുട രൂപത കോർപ്പറേറ്റ് ഓഫീസിന്റെ കൈയകലത്തിൽ ഒരുപാട് അകലെ കിടക്കുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്തുള്ള ഒരു കലാലയമാണ്. അതിനേക്കാൾ ഉപരി കോർപ്പറേറ്റിന് കീഴിലുള്ള കലാലയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അത് വിജ്ഞാനപരമായിക്കൊള്ളട്ടെ, കായികപരമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ ഒരു സമഗ്രമായ വളർച്ചയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കലാലയമാണ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ.
വാർഷികാഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ 3 ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചറും നിയമ ടീച്ചറും ഷീജ ടീച്ചറും ഒരുപാട് നാളുകളുടെ അധ്യയനത്തിന് ശേഷം അധ്യയനത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റിന്റെ ഭാഗത്തുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ടീച്ചർമാർക്കും 20 വർഷത്തിനേക്കാൾ മുകളിൽ സർവീസ് ഉള്ളത്. അത് മാത്രമല്ല, കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കഠിനാധ്വാനം ചെയ്ത് അവർക്ക് ഉന്നത വിദ്യയെ കരസ്ഥമാക്കുവാൻ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചവരെ ഒഴുക്കി വെച്ചവരാണ് ഈ കലാലയത്തിലെ അധ്യാപകർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ ജീവിതത്തിൽ ഒരു കുട്ടികളെ കൊണ്ട് പറയുന്നത് പോലെ ഒരു സിലബസിന്റെ താളം ഇവർക്കുണ്ടായിരുന്നു. ഇവരെ ഏത് കുടുംബജീവിതത്തിൽ ഏത് കാര്യത്തിൽ പോയാലും ശരി, ഏത് പ്രോഗ്രാമിൽ പോയാലും ശരി, ഒരു സിലബസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നയിക്കുന്ന ഒരു വലിയൊരു ശക്തിയായിരുന്നു. എന്നാൽ നാളെ മുതൽ അല്ലെങ്കിൽ ഈ അധ്യയന വർഷം കഴിയുന്നത് മുതൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു? സിലബസ് ഇല്ലാത്ത ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് ഇവര് മാറുകയാണ്. ഇന്ന് ഇവിടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നത് ഒരു എന്താ പറയുക, എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞതിന് നെഗറ്റീവ് അർത്ഥമല്ല. അതിനേക്കാൾ ഉപരി ഈ 3 ടീച്ചർമാർ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ളവർ. ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ട് ഫോട്ടോ ഒന്ന് ചോദിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഏതൊരു അധ്യാപകന്റെ ജീവിതത്തിലെ ഏറ്റവും മുതൽക്കൂട്ട് എന്ന് പറയുന്നത് തങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ അവര് ഇടം എന്നെ നേടിക്കഴിഞ്ഞു. തുടർന്നുള്ള ഇവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റവറൻഡ് ഡോക്ടർ ഫാദർ ലാസർ കുട്ടിക്കാണ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കോളികളുടെ പിതാവ്, മറ്റു വേദിയിൽ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ അധ്യാപകരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥികളെയും കൃത്യമായി ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിന് പറയും, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാൻ ഇവിടുത്തെ ഓരോ അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികളിലുള്ള കഴിവുകൾ തൊട്ടറിയുന്നതിനെ, കണ്ടറിയുന്നതിനെ ഒക്കെ ഇവിടുത്തെ അധ്യാപകർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. നല്ല വിദ്യാലയമായി ഉയരാൻ സാധിക്കട്ടെ. അതുപോലെ ഇവിടെയുള്ള കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ ഒരു തിരിച്ചറിവ് നേടാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരം ചെയ്യും. അതിനേക്കാൾ ഉപരി ഒരു തിരിച്ചറിവുള്ള മക്കളായി എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നാടിനും വീടിനും നിങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉയരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന് വിരമിക്കുന്ന 3 ടീച്ചേഴ്സ് ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ജീവിതത്തിലെ 1ാം ഘട്ടം മാത്രമാണ്. ഇനിയും 2ാം ഘട്ടം ഇതിനേക്കാൾ ഉചിതമായി തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പല ഉയർന്ന ആൾക്കാരെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് 1ാം ഘട്ടം മാത്രമാണ്. ഇനി 2ാം ഘട്ടം ഇതിനേക്കാൾ ശോഭയുള്ളതാകട്ടെ. കൂടുതൽ ആയുസോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ഇനിയുള്ള ജീവിതം പൂർത്തിയാക്കാൻ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിദ്യാലയത്തിൽ ചെയ്ത സുത്യർഹമായ സേവനങ്ങൾ ഏറ്റവും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ദൈവങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരും ഒരിക്കൽ കൂടി ആളുകളുടെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട്
Endowment, C.A.D. Joseph Memorial Endowment, C.A.K. Darcy Neelagari Kolanani Memorial Endowment, sponsored by Srimati C.K.D. Retired Clerk St. Mary's HSS E. Alpura, Srimati K.D. LC Teacher Endowment, C.P.L. Chako Master Endowment, C.D. A.O. Ilama Teacher Endowment, C. Paul P. Arumi Memorial Endowment, Srimati P.P. Teacher Endowment, C. Kochuwar Eketala Memorial Endowment, C. Andori Malakara Memorial Endowment, C. K.K. Jose and K.K. Jodi Medica Complex Endowment, C. Honorable Chittaburi Memorial Endowment, St. Mary's HSS Endowment, C. P.C. Varghese Master Endowment, C. N. B. Narayanan Memorial Endowment, C. Victor Jose K.K. Medica Endowment, C. D.V. Varghese Narayanan Endowment, C. George Nellai Master Memorial Endowment, St. Mary's HSS KCSL Award, Srimati Pushpan Joseph M. Kalapandi Endowment. Endowment നൽകുന്നതിനായി വാർഡ് കൗൺസിലർ ശ്രീമതി ഫെനി എബിനെ ക്ഷണിക്കുന്നു. അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന റവറൻഡ് ഫാദർ ഗിൽഡിൻ പണിക്കാരനച്ഛൻ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ തന്നെ ദൈവം അർപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി നിർവഹിച്ചു വരുന്നു. ഇന്നത്തെ യോഗത്തിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുവാനായി സാദരം ക്ഷണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ പ്രിയപ്പെട്ട വിശിഷ്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ,
ഇവിടെ നിന്ന് ഓരോ വിദ്യാർത്ഥികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയ ഒരു കാര്യമാണ്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അത്യാവശ്യം മടിയോടെ ക്ലാസ്സിൽ പോവുകയും 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അത്യാവശ്യം ഉത്സാഹത്തോടെ ക്ലാസ്സിൽ പോവുകയും ഇങ്ങനെ നിൽക്കുമ്പോൾ പുതിയോടെ നോക്കി നിൽക്കുന്ന ഒരു ബാല്യകാലം ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ തന്നെ ഈ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും നന്ദിയോടുകൂടെ ഓർക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഏറെ സ്നേഹത്തോടെ തന്നെ അവർ നന്ദിയോടെ ഓർക്കുന്നു, PTA-യെയും നന്ദിയോടെ ഓർക്കുന്നു, മാനേജ്മെന്റിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുക, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നടക്കുക. അറിവ് സമ്പാദിക്കുക, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നടക്കുക. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് തിരിച്ചറിവ് സമ്മാനിച്ച 3 ടീച്ചർമാർ ഇവരോട് ഏറെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ആശംസകൾ നേടുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സെന്റ് മേരീസ് വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനത്തിലും വിദ്യാലയത്തിന്റെ PTA നൽകുന്ന പിന്തുണ അഭിനന്ദനാർഹമാണ്. PTA-യിലെയും MPTA-യിലെയും ഓരോ അംഗവും സെന്റ് മേരീസ് കുടുംബത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ്. PTA പ്രസിഡന്റ് ശ്രീ അജോ ജോൺ സെന്റ് മേരീസ് PTA-ക്ക് ശക്തമായ നേതൃത്വം നൽകി നയിച്ചുകൊണ്ടിരിക്കുന്നു. സദാ പ്രവർത്തന നിരതനായ PTA പ്രസിഡന്റ് ശ്രീ അജോ ജോൺ അവരുടെ ആശംസ അർപ്പിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജേഴ്സ്, പ്രൊഫസർ ക്ലാസ് കുട്ടിക്കാരൻ, ഗീജ ടീച്ചർ, വാർഡ് മെമ്പർ പെരിയേരി, ഇന്ന് ഈ ദിവസത്തെ താരങ്ങളായ ജാൻസി ടീച്ചർ, നീമ ടീച്ചർ, ഷീജ ടീച്ചർ, PTA-യിലും അതുപോലെ തന്നെ OSA-യിലും ഇവിടെ വന്നിരിക്കുന്ന ഇന്ന് റിട്ടയർഡ് ആവുന്ന ടീച്ചർമാരുടെ കുടുംബാംഗങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ദീർഘനേരത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ട് അവശരായിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കുറച്ചു നേരം കുളിർമ ഏകുവാനായിട്ട് മനസ്സിന് സന്തോഷം നൽകുവാനായിട്ടാണ് അവർ പലഹാരങ്ങൾ ഇവിടെ വിതരണം ചെയ്തത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് കലാമത്സരങ്ങൾ, കണ്ണിന് കുളിർമയേകുന്ന മത്സരങ്ങൾക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ അവസരത്തിൽ ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ചില കാര്യങ്ങൾ പറയാനായി ഞാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇവിടെ ഇന്ന് 3 ടീച്ചർമാർ റിട്ടയർഡ് ആവുന്നു. അവര് 20, 25, 30 വർഷത്തെ സർവീസ് അവസാനിപ്പിച്ചു പോവുകയാണ് ഇവിടെ. പക്ഷേ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങളുടെ ഈ സേവനം, നിങ്ങൾ ടീച്ചർ എന്നുള്ള ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ നിങ്ങൾ പോകുള്ളൂ. പക്ഷേ നിങ്ങൾ പഠിപ്പിച്ച ഏകദേശം 5000-ഓളം, ഈ കാലയളവിലുള്ള 5000-ഓളം വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളോടാണ്. കാരണം അവരുടെ പിന്തുണയും അവരുടെ സഹകരണവും അവരുടെ സന്തോഷവും കൂടെ ഇല്ലാതെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വർഷം നല്ല രീതിയിൽ ജോലി ചെയ്ത് ഇവിടെയുള്ളവരെ സഹായിച്ച് അതുപോലെ തന്നെ ഇവരോടൊപ്പം തന്നെ പ്രവർത്തിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഇവരോടൊപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, മനസ്സുകൊണ്ട് സ്പർശിച്ചു, അവർക്ക് നൽകിയ പാഠങ്ങൾ എന്നും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ കുട്ടികൾ ഈ പ്രദേശത്ത് മാത്രമല്ല, ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള വിജയങ്ങൾ കൈവരിക്കാനായിട്ട് അവർ സാധിച്ചു. എല്ലാവിധ മംഗളങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട്
പ്രശംസനീയമാണ്. വിദ്യാലയത്തിന് എന്നും താങ്ങായി തണലായി നിൽക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ മാനേജ്മെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വേളയിൽ സെന്റ് തോമസ് കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ തിമൂസ് പാലക്കാടൻ അവരുടെ ആശംസയർപ്പിക്കുവാനായി സവിനയം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള വാർഡ് മെമ്പർ ഇനി മറ്റു വിശിഷ്ട വ്യക്തികൾ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കും ഇന്ന് അനുവദനം നടത്തുന്ന സെന്റ് മേരീസ് സ്കൂൾ കത്തിൽ സെന്റ് തോമസ് കത്തീഡ്രലിന്റെ എല്ലാ ആശംസകളും നൽകുന്നു. ടീച്ചർമാർ 56 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഞാനും 56 വയസ്സിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്. 8 വർഷത്തോളമായി റിട്ടയർ കഴിഞ്ഞിട്ട് ഞാൻ പൂക്കോട് ക്യാമ്പസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ ഫെബ്രുവരി 18 അവിടെ ഒരു വിദ്യാർത്ഥിയെ റാഗിംഗ് മൂലം മരണപ്പെട്ടു. അത് ആ ക്യാമ്പസിൽ നിന്നാണ് ഞാനും ഇവിടെ ചെയർപേഴ്സന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്നത്. ഞാൻ ഈ റിട്ടയർമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ റിട്ടയർമെന്റിന് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ബന്ധു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫോൺ ചെയ്തു. സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ആൻസൺ ഡൊമിനിക് സാറിന്റെ പ്രവർത്തന മികവിലൂടെ നമ്മുടെ വിദ്യാലയം, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മുന്നേറിയാണ്. ഈ വേളയിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുവാനായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ആൻസൺ ഡൊമിനിക് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ലാസറസ്, വേദിയിലെ മറ്റ് വിശിഷ്ടരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇപ്പോൾ സഭയൊന്ന് ശാന്തമായതുപോലെ തോന്നുന്നു. 1:15 ആരംഭിച്ചതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ പപ്സും ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുത്ത സമയത്തായിരുന്നു എനിക്ക് മുമ്പ് സംസാരിച്ചു പോയത്. അതുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകളൊക്കെ കുട്ടികളുടെയോ ആരുടെയോ ഒക്കെ ചെവിയിലെത്തിയോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ വിശപ്പ് മാറി കുട്ടികൾ ഉള്ളവർ കുറച്ചൊക്കെ ശാന്തരും സ്വസ്ഥരുമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, ആരൊക്കെ ശ്രദ്ധിക്കാതെ പോയാലും ഇവിടെ പറയുന്ന ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് ഹൃദയങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ. സെന്റ് മേരീസ് ഹൈസ്കൂൾ എൻ്റെ സഹോദരി സ്ഥാപനം. അത് മികവിൽ നിന്ന് മികവിലേക്ക് പോവുകയാണ്. 1984 മുൻപ് ഒരു അപ്പർ പ്രൈമറി സ്കൂളായി ഈ നഗര ഹൃദയത്തിൽ ഈ വിദ്യാലയം ഉണ്ടായിരുന്നു. ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ 41 വർഷം പിന്നിടുകയാണ്. ഒരുപാട് മഹാരഥന്മാരെ സാഹിത്യം വഹിച്ച് ഇവിടെ നിന്നും കടന്നുപോയിട്ടുണ്ട്. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായിട്ട് ഇത് 25-ാം വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. വിദ്യാലയത്തിൻ്റെ സ്ഥാപന കാലം മുതൽ ഈ വിദ്യാലയം എന്നും നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട്. അതറിയാം. ഇവിടെ 3 മണിക്കൂർ നീണ്ട ഒരു റിപ്പോർട്ട് അധ്യാപകർ തയ്യാറാക്കി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പല വിദ്യാലയങ്ങളും വിരലിൽ എണ്ണാവുന്ന കുട്ടികളായി ചരിത്രത്തിൻ്റെ ഭാഗമായി മറഞ്ഞുപോകും. ചിലതൊക്കെ ജീവശ്വാസം വലിക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ്. കുട്ടികളില്ലാതെ കുട്ടികളെ അന്വേഷിച്ച് അധ്യാപകർ പരക്കം പറയുകയാണ്. ഈ ഇരിഞ്ഞാലക്കുട നഗരത്തിൽ തന്നെ ഒട്ടേറെ വിദ്യാലയങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. എന്നാൽ നമ്മുടെ വിദ്യാലയത്തിൽ
എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 60-ലധികം വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ്സിലും തിരിഞ്ഞിറങ്ങിയിരിക്കുന്നു. അഡ്മിഷൻ സമയമാകുമ്പോൾ കുറേ രക്ഷിതാക്കൾ +2-ൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് വിദ്യാധാരായ എന്നോട് വന്ന് ചോദിക്കാറ്. പക്ഷേ കൊടുക്കാൻ നിവൃത്തി പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത് തന്നെ നമുക്കറിയാം, പൂക്കളിൽ തേനുണ്ടെങ്കിൽ അത് നുകരാൻ പൂമ്പാറ്റയെയും തേനീച്ചയെയും നാം ക്ഷണിച്ചു വരുത്തേണ്ടതില്ല. വിദ്യാലയത്തിന് മികവുകളുണ്ടെങ്കിൽ അതന്വേഷിച്ച് കുട്ടികൾ എത്തിക്കൊള്ളും. ഇവിടെ ഈ വിദ്യാലയം എപ്പോഴും സജീവമാണ്. അവധിക്കാലമാകട്ടെ, അതല്ലെങ്കിൽ അധ്യയന ദിനങ്ങളാകട്ടെ, രാവിലെ മുതൽ അന്ത്യാകുന്നത് വരെ ഇത് സജീവമാണ്. ഇവിടെ നിന്ന് 3 അധ്യാപകർ ഈ വർഷം വിരമിക്കുകയാണ്. അതിൽ ജാൻസി ടീച്ചർ ഇവിടെ ഇപ്പുറത്ത് 3 വർഷമായി കാണുന്ന, മാത്രമല്ല അവിടുത്തെ അധ്യാപകരിൽ നിന്നും ഈ അധ്യാപികമാരെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ഇവിടുത്തെ നോൺ ഫീസുകൾ, അതുപോലെ തന്നെ ഒരുപാട് പുസ്തക സൊസൈറ്റിയുടെയൊക്കെ ചാർജ് വഹിച്ച് ഒരു UPSC ആയി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു അധ്യാപികയാണ് ജാൻസി ടീച്ചർ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ. ടീച്ചർ ഈ വർഷം വിരമിക്കുകയാണ്. അയ്യപ്പ പണിക്കർ പാടിയതുപോലെ എനിക്ക് ആവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്ക് ആവതില്ലേ പൂക്കാതിരിക്കാൻ, വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ എനിക്ക് ആവതില്ലേ പൂക്കാതിരിക്കാൻ. വിഷുക്കാലമെത്തിയാൽ കണിക്കൊന്നയ്ക്ക് പൂക്കേ തീരും, 56 വയസ്സെത്തിയാൽ വിരമിച്ചേ തീരും. ടീച്ചർക്ക് ശക്തി ചോർന്നിട്ടൊന്നുമല്ല, പക്ഷെ പോകണം, അതാണ് നിയമവ്യവസ്ഥ. അതുകൊണ്ട് ടീച്ചർ പോകുന്നു. പക്ഷെ ടീച്ചർക്ക് ചാരിതാർത്ഥ്യത്തോടുകൂടി പോകാം. ടീച്ചർ കുട്ടികളെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കിയിട്ടാണ് വിദ്യാലയം വിശ്വസിച്ച് ഏൽപ്പിച്ച പ്രവർത്തനങ്ങളിൽ 100% ആത്മാർത്ഥത പുലർത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. അടുത്തത് നീമ റോസ് നിക്ലാവോസ് ടീച്ചർ 2030 ഒരുപക്ഷെ എൻ്റെ ഒപ്പമാണ് ഈ വേദി ടീച്ചർ പങ്കിടുന്നത്. ഞാൻ ഇവിടെ നിന്ന് വിരമിക്കുന്നതെങ്കിൽ ഞാനും ടീച്ചർ ഒരേ സമയം അടുത്തുകൊണ്ട് പറ്റേണ്ടവരാണ്. പക്ഷെ ടീച്ചർ നേരത്തെ പോവുകയാണ്. ഒരു 26 വർഷം ടീച്ചർ കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ വീടാണ്, മക്കളാണ് ടീച്ചറുടെ സ്വർഗം എന്നതിനാൽ അവരോടൊപ്പമായിരിക്കാൻ, ഭർത്താവിനോടും കുട്ടികളോടൊപ്പം കൂടുതൽ സമയമായിരിക്കാൻ ടീച്ചർ ഇതാ സ്വയം വിരമിച്ചു പോകുന്നു. ടീച്ചർക്കറിയാം, എനിക്ക് ശേഷം വരുന്നവരുടെ ചെരുപ്പിൻ്റെ വാഹഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പഠിപ്പിച്ച യേശുനാഥൻ ടീച്ചറുടെ ഒഴിവിലേക്ക് സമർത്ഥയായ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും. ആ സ്വാസ്ഥ്യമായിരിക്കാം ടീച്ചർ ഇപ്പോൾ ഇങ്ങനെ വിരമിച്ച് പോകുന്നത്. ടീച്ചർക്കും എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. അടുത്തതായി എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങൾ ഒരേ സ്റ്റാഫ് റൂമിലിരിക്കുന്നു. എന്നോടൊപ്പം സെൻറ് മേരീസിലെത്തി. ഞാൻ 2002 ജൂൺ 5-നാണ് കടന്നു വന്നത്. ടീച്ചർ ജൂൺ 1-ന് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്നു. മാളയിലായിരുന്നു 22 വർഷത്തെ സേവനം. 3 വർഷമായി ടീച്ചർ ഇപ്പോൾ സെൻറ് മേരീസ് ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ ഒപ്പം സേവനം അനുഷ്ഠിക്കുന്നു. ടീച്ചർ അവിടുത്തെ ഫസ്റ്റ് അസിസ്റ്റൻ്റാണ്. ടീച്ചർക്ക് അധ്യാപക ജീവിതം വളരെയധികം താല്പര്യമുള്ളതുകൊണ്ടാണ് മിലിറ്ററിയിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ടീച്ചർ ആംഗലേയ സാഹിത്യം പഠിപ്പിക്കാനായിട്ട് തന്നെ അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ തിരഞ്ഞെടുപ്പായിരുന്നു. ടീച്ചർ വിദ്യാലയത്തിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെയാണ് ആ വഴി കടന്നു പോവുക. കുട്ടികളുടെ വസ്ത്രം ധാരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അവരുടെ സംസാര പെരുമാറ്റം തുടങ്ങി എല്ലാം പഠിച്ചെടുക്കേണ്ട മൂല്യങ്ങളാണെന്ന് കരുതി അച്ചടക്കമുള്ള തലമുറയാണ് നാടിനും വീടിനും ഉപകരിക്കുക എന്ന് വിശ്വസിച്ച്
അതിനനുസരിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പേരിൽ കുട്ടികൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോട്ടെ എന്ന് കരുതി അതിൽ വെള്ളം ചേർക്കാതെ പ്രവർത്തിച്ച ടീച്ചർ. നല്ല ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേൾക്കാൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഷീജ ടീച്ചറിനും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ, ആരോഗ്യം ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഹെഡ് മാസ്റ്ററും ശിഷ്യനും എന്ന കവിതയിൽ ഒരു അധ്യാപകൻ വിരമിക്കൽ ജീവിതത്തിന് ശേഷം മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് ഒരു മകളോടൊപ്പം കഴിയുന്നുണ്ട്. ഈ ഹെഡ് മാസ്റ്റർ കാണാനായിട്ട് ഒരു ശിഷ്യൻ അവിടേക്ക് കടന്നു വരികയാണ്. അവ പഠിച്ച് അമേരിക്കയിൽ ഡോക്ടറാണ്. അവധി കിട്ടിയപ്പോൾ കാണാനായിട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ ശിഷ്യൻ എന്താണ്, രണ്ട് മലകൾക്കിടയിൽ ആനയെ പോലെ കയ്യിലൊരു ചൂരലും വീശി നടന്ന തൻ്റെ ഹെഡ് മാസ്റ്ററെ കുറിച്ച് ഓർത്ത് പറയുമ്പോൾ അവസാനം ഈ ഹെഡ് മാസ്റ്റർ പറയുന്ന ഒരു വാക്യമുണ്ട്. ഗുരു ശിഷ്യന്മാർ പണ്ട് ഒരു വീട്ടുകാർ അറിവ് ഉരുട്ടി നിന്നെ ഞാൻ ഊട്ടിയിലേ മുന്നേ. ഗുരു ശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ അറിവ് ഉരുട്ടി നിന്നെ ഞാൻ ഊട്ടിയിലേ മുന്നേ. എൻ്റെ പ്രിയ സഹപ്രവർത്തകർ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പ്രിയബഹുമാന മാസ്റ്റർ, ഇന്നത്തെ താരങ്ങളായ റിട്ടയർ ചെയ്യുന്ന ജാൻസ് ടീച്ചർ, നീമ ടീച്ചർ, ഷീജ ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ അനുജന്മാരായ അനുജത്തിമാരെ, നിങ്ങൾക്കറിയാം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നിങ്ങളെ പോലെ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. 37 വർഷങ്ങളായിട്ട് ഈ ഹൈസ്കൂളിൽ നിന്നും കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരെയും റെപ്രസെന്റ് ചെയ്തതാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ റിട്ടയർ ചെയ്ത് പോയി. ഒരുപാട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ ടീച്ചേഴ്സ് റിട്ടയർ ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഈ സെന്റ് മേരീസിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ മൂലയിലും ഒരുപാട് നല്ല പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല നിലയിലെത്തിയുള്ള ആൾക്കാരുണ്ട്. ഇന്നിപ്പോ ഇവിടെ നമ്മൾ പല അവാർഡുകൾ സമ്മാനിക്കുന്നുണ്ട്. എനിക്കിന്ന് പറയാനുള്ളത് ഈ അവാർഡുകൾ കിട്ടാത്തവരോടാണ്. ഒരിക്കല് ഒരു വിദ്യാർത്ഥി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ നന്നായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ടീച്ചറെല്ലാം കാണുന്നുണ്ട്. അവൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിക്കുന്നു. കാരണം ഓട്ട മത്സരം നടന്നു. എന്തിനു പറയുന്നു? ഈ പ്രാർത്ഥിച്ച വിദ്യാർത്ഥി ഏറ്റവും അവസാനമായിട്ടാണ്
ടീച്ചർ ഇതെല്ലാം നോക്കിക്കണ്ടിരുന്ന ടീച്ചർ ആ കുട്ടീനെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ നിനക്ക് സമ്മാനം ലഭിച്ചില്ല, നീ വിഷമിക്കേണ്ട. ഉടനെ വിദ്യാർത്ഥി പറഞ്ഞു, ടീച്ചറെ ഞാൻ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചത് ഈ മത്സരത്തിൽ ഞാൻ തോൽക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാനാണ്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, റിട്ടയർ ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീമതി ജാൻസി ടീച്ചർ, നീമ ടീച്ചർ, ഷീജു ടീച്ചർ, ഈ 3 പേർക്കും ആശംസകൾ അർപ്പിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഒരമ്മയുടെ സ്നേഹവും ഒരു ചേച്ചിയുടെ വാത്സല്യവും ഒരുപാട് അനുഭവങ്ങളുമുള്ള ഒരു സീനിയർ ടീച്ചറുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളുമായി നമ്മുടെ പ്രിയപ്പെട്ട ഈ 3 ടീച്ചേഴ്സും നമുക്കൊപ്പം എന്നും ഉണ്ടായിരിക്കും. അവരുടെ സ്നേഹവും കരുതലും അനുഭവ സമ്പത്തും എന്നും സെയിന്റ് മേരീസ് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഒരു മുതൽകൂട്ടായിരിക്കും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനിയുള്ള ഭാവി ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നന്മകളും സർവേശ്വരൻ സമഗ്രമായി നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ ആനുവൽ ഡേ ദിവസത്തിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. സർവേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇരിങ്ങാലക്കുട ദേശത്തിന് തിലകക്കുറിയായി പ്രശോഭിക്കുന്ന സെന്റ് മേരീസ് സ്കൂളിന്റെ വാർഷികവും യാത്രയയപ്പവും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ ആശംസ അർപ്പിക്കാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതും. 10 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ വിദ്യാലയം ഇന്ന് പ്രഗത്ഭരായ 3 അധ്യാപകരുടെ യാത്രയയപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ അധ്യാപക വൃത്തി ഏറെ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. എങ്കിലും തന്റെ കയ്യിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും നാടിന് അഭിമാനമായ നല്ല പൗരന്മാരാക്കി രൂപപ്പെടുത്തുന്നതിൽ ഈ 3 അധ്യാപകരും മറ്റധ്യാപകർക്ക് പോലും മാതൃകയാണ്. ഒരു നല്ല അധ്യാപിക ഒരു നല്ല രക്ഷിതാവ് കൂടിയാണ്. അക്ഷര ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു വരുന്നവരാണ് ഈ അധ്യാപകർ. ജീവിതത്തിൽ നമ്മുടെ സമയത്തിന്റെ വലിയ ഭാഗവും നാം ചിലവഴിക്കുന്നത് അധ്യാപകരോടൊപ്പമാണ്. നമ്മുടെ വളർച്ചയിൽ ജീവിതയാഥാർത്ഥ്യങ്ങളിൽപ്പെട്ട് വിഷമിച്ചു നിൽക്കുമ്പോൾ നമുക്ക് താങ്ങായവരാണ് അധ്യാപകർ. ഒരു ചെറുപുഞ്ചിരിയിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയവർ. നാം വ്യത്യസ്തമാക്കി അറിവുകളെ ജീവിതത്തിന്റെ ചായക്കൂട്ടുകളാക്കി തീർക്കുന്ന ജാലവിദ്യ നമ്മെ അഭ്യസിച്ചവരാണ് അധ്യാപകർ. റിട്ടയർമെന്റിനപ്പുറം എക്കാലവും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചവരാണ് ഇവർ. തീർച്ചയായും നമ്മുടെ വിദ്യാലയത്തിന് മുതൽക്കൂട്ടായിരുന്ന ഈ അധ്യാപകരുടെ റിട്ടയർമെന്റ് നമുക്കൊരു തീരാനഷ്ടം തന്നെയാണ്. അധ്യാപനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സേവനങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. റിട്ടയർമെന്റിന് ശേഷവും ആരോഗ്യവും സമൃദ്ധിയും നിറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യാപനമെന്ന ദൈവവഴി അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ച നമ്മുടെ പ്രിയ അധ്യാപകർക്ക് നമ്മോട് പറയാനുള്ളത് ശ്രമിക്കാം. പ്രിയ സഹപ്രവർത്തകർക്കും എന്നെന്നും നല്ലൊരു കൂട്ടുകാരിയായി ടീച്ചർ പ്രവർത്തിച്ചു. ഈ വേളയിൽ ശ്രീമതി ജാൻസി ടീച്ചറെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വെരി റെവറൻഡ് ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസറ്റി കാണിച്ച വേദി സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, രക്ഷാകർത്താക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇരിങ്ങാലക്കുട രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ കഴിഞ്ഞ 28 വർഷക്കാലം അധ്യാപികയായി സേവനം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിൽ 23 വർഷം സെന്റ് മേരീസ് വിദ്യാലയത്തിലാണ് ഞാൻ സേവനം ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് അധ്യാപന രംഗത്ത് നിന്നും ഔദ്യോഗികമായി വിരമിക്കാൻ ഇടുവന്ന എനിക്ക് ദൈവം തന്ന അനന്ത നന്മകളെ ഓർത്ത് ആദ്യമേ നന്ദി പറയട്ടെ. അഭിമാനത്തോടെ
ഈ വേദിയിൽ നിൽക്കുമ്പോൾ അന്നത്തെ കോർപ്പറേറ്റ് മാനേജറായിരുന്ന ജോസ് മഞ്ഞലേച്ചനെയും പിന്നീട് വന്നിട്ടുള്ള എല്ലാ കോർപ്പറേറ്റ് മാനേജർമാരെയും സ്കൂൾ മാനേജർമാരെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യ മാ കോടി കണ്ണുകടൻ പിതാവിനോടും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട സീജോ ഇരുത്തലച്ചനോടും ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ലാസർ കുട്ടിക്കാരനച്ചനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെ വളർച്ചയിലും തളർച്ചയിലും എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മൺമറഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എനിക്ക് എല്ലാ പിന്തുണയും നൽകി താങ്ങും തണലുമായി എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളോടും മകനോടും സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. 1996 ആരംഭിച്ച എൻ്റെ അധ്യാപന ജീവിതം വിവിധ വിദ്യാലയങ്ങളിലൂടെ കടന്നുപോയി 2003 സെന്റ് മേരീസിന്റെ ഭാഗമായി. എൻ്റെ അധ്യാപന കാലഘട്ടത്തിൽ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്ത് എന്നെ വളർത്തിയ എല്ലാ പ്രധാന അധ്യാപകരോടും സഹപ്രവർത്തകരോടും ഓഫീസ് സ്റ്റാഫിനോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സെന്റ് മേരീസ് വിദ്യാലയത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തികഞ്ഞ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗീത ടീച്ചർ വളരെയേറെ കരുതലും സ്നേഹവും എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അധ്യാപക ദിനത്തിൽ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വൈദികരിലൂടെ എനിക്ക് ആശംസ അർപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ യാത്രയ്ക്ക് സമ്മേളനം ഏറ്റവും മനോഹരമാക്കാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന റീജ ടീച്ചർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും ഈ സ്ഥാപനത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ നൽകി നിത്യയിലേക്ക് പോയ എൻ്റെ മുൻ സഹപ്രവർത്തകയായിരുന്ന മരിയ ടീച്ചറെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. അധ്യാപനത്തോടൊപ്പം കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിൽ രക്ഷിതാക്കളുടെ പിന്തുണ വളരെ വിലയേറിയതാണ്. എല്ലാ രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഏറെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PTA, MPTA അംഗങ്ങളോടും നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയ കുട്ടികളോടാണ്. നിങ്ങളായിരുന്നു എൻ്റെ ഉച്ചം. നിങ്ങളിലൂടെ ലഭിച്ച സ്നേഹവും സന്തോഷവും എന്നും ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. കഠിനാധ്വാനവും സത്യസന്ധതയും കൈമുതലാക്കി മാതാപിതാക്കളെ അനുസരിച്ച് ഗുരുപൂജയെ ബഹുമാനിച്ച് ദൈവാശ്രയത്തിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ വർഷം SSLC എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് എന്നോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീമതി ഇമാറോസ് ടീച്ചറും ഞാനും ഒരേ വർഷം ജോലിയിൽ പ്രവേശിച്ച് ഒരേ സ്ഥാപനത്തിൽ വർഷങ്ങളോളം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഭീമ ടീച്ചർക്ക് വിരമിക്കൽ പ്രായം എത്തിയിട്ടില്ലെങ്കിലും VRS എടുത്തതിലൂടെ എന്നോടൊപ്പം പോരുന്ന ടീച്ചർക്കും ഹയർ സെക്കൻഡറി അധ്യാപിക ഷീജ ടീച്ചർക്കും യാത്രാമംഗളങ്ങൾ നേരിട്ടു. സെന്റ് മേരീസ് വിദ്യാലയമായിരുന്നു എൻ്റെ കുടുംബം. സ്വന്തം സഹോദരിയെ പോലെ കരുതിയ പ്രിയ സഹപ്രവർത്തകർ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന്, കരുതലിന്, പരിഗണനയ്ക്ക്, പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിൻ്റെ വിജയത്തിനായുള്ള കഠിനാധ്വാനത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. കലോത്സവത്തിലും സ്പോർട്സിലും ഓവറോൾ വിജയം നേടിയ ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് ഉത്തമ പൗരരായി വളർത്തിയെടുക്കാൻ പരിശീലനം നൽകുകയും വളരെ വ്യക്തമായ തീരുമാനങ്ങൾ സ്വജീവിതത്തിൽ എടുക്കുകയും ചെയ്ത അധ്യാപികയാണ് ശ്രീമതി നീമ ടീച്ചർ.
2024 ഫെബ്രുവരിയിലാണ് 22 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും BRS സ്വീകരിച്ചത്. സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രിയങ്കരിയായ നിയമ ടീച്ചർ കുട്ടികളിലെ നന്മയെ അഭിനന്ദിക്കാനും തെറ്റുകൾ തിരുത്താനും സജീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഈ വേളയിൽ ടീച്ചർക്ക് നമ്മോട് പറയാനുള്ളത് സശ്രദ്ധ ശ്രമിക്കാം. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ വേദിയിലെ ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുട്ടിക്കാടൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. 22 വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച എന്നെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്ത എൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ബിജു ടീച്ചറോടും എൻ്റെ സഹപ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. വീടിനോട് ഏറ്റവും അടുത്തുള്ള ഈ സെന്റ് മേരീസ് വിദ്യാലയത്തിൽ, 2 ദേവാലയങ്ങൾക്കിടയിലുള്ള ഈ വിദ്യാലയത്തിൽ എൻ്റെ സർവീസിൻ്റെ മുഴുവൻ കാലയളവും സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതിന് അവസരമൊരുക്കി തന്ന സർവേശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇരിഞ്ഞാലക്കുട എഡ്യൂക്കേഷണൽ ഏജൻസിയിലെ എല്ലാ മാനേജർമാരോടും സ്കൂൾ മാനേജർമാരോടും എൻ്റെ നന്ദി കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. അധ്യാപക ജീവിതത്തിലേക്ക് വഴിയൊരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് എൻ്റെ കൂടെ നിന്ന എൻ്റെ കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിൽ എനിക്ക് നൽകപ്പെട്ട എല്ലാ ചുമതലകളും ഏറ്റവും നന്നായി നിർവഹിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തന്ന് ഊർജം പകർന്ന് എന്നെ സഹായിച്ച എല്ലാ പ്രധാന അധ്യാപകരെയും, എന്നോടൊപ്പം സേവനമനുഷ്ഠിച്ച എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹത്തോടും ആദരവോടെയും ഞാൻ ഓർക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്ക് രക്ഷിതാക്കൾക്കുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് നല്ല അറിവുകൾ പകർന്നു നൽകി നല്ലവരായി അവരെ വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ച എല്ലാ രക്ഷാകർത്താക്കളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന PTA, MPTA അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ് ഇനി നന്ദി പറയാനുള്ളത്. എൻ്റെ കൈകളിലൂടെ കടന്നുപോയ ഓരോ കുട്ടിയെയും മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് എന്നും അഭിമാനവും സന്തോഷവുമായി മാറാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാലയത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്ന വിധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് കഠിനാധ്വാനം ചെയ്ത് വിജയികളെത്താൻ ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ വർഷം വിരമിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജാൻസി ടീച്ചർക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു. എന്നോടൊപ്പം നോമിനേഷൻ ലഭിക്കുകയും ദീർഘകാലം ഈ വിദ്യാലയത്തിൽ എന്നോടൊപ്പം സേവനമനുഷ്ഠിക്കുകയും എൻ്റെ പ്രിയ കൂട്ടുകാരി കൂടിയായ ജാൻസി ടീച്ചർ നല്ലൊരു അധ്യാപികയും നല്ലൊരു മനസ്സിന് ഉടമയുമാണ്. ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും
നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ഷീജ ടീച്ചറിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ ചടങ്ങ് ഏറ്റവും മനോഹരമാക്കാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്ത പ്രിയ കുട്ടികളോടും അധ്യാപകരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. സെൻറ് മേരീസ് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റും കൈകാരന്മാർ, എല്ലാ സഹപ്രവർത്തകർ, ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും മുൻപിൽ നിന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ടീച്ചർ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആംഗലേയ ഭാഷയുടെ പ്രാധാന്യം പകർന്നു നൽകിയ ശ്രീമതി ഷീജ ടീച്ചറെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. I am honored to be here with thankful heart, remembering the God Almighty and everyone who made it possible for me to be in this position. Retirement is essential in our life to give way to youngsters to take our place, opening the door to new vistas. It has been a pleasure to be with the children all these years, which gave us the energy and to remain youthful in our thoughts. No 2 days the same. Every day we were in for surprises, guiding and molding the young minds. It is with a humble heart that I bow my head before our Lord for giving an opportunity to teach the students. I thank one and all from the bottom of my heart. I wish Jansi teacher and Neva teacher a very healthy and peaceful retired life, and the reception accorded to me today was exemplary. I thank Rita teacher and all the teachers and students who made it possible. I congratulate one and all. It was a very beautiful program. I also request all the students to do your best and let God bless all of you to get a 100% result for this public exam. Please remember me in your prayers. Thank you once again. ജാൻസി ടീച്ചർക്കും നീമ ടീച്ചർക്കും ഷീജ ടീച്ചർക്കും സെന്റ് മേരീസ് കുടുംബത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും മംഗളവും നേരുന്നു. ഇക്കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ 216 പോയിന്റോടെ ഗ്രീൻ ഹൗസ് കലാലോകത്തെ മികവിന്റെ കിരീടം ചാർത്തിയിരിക്കുന്നു. ബ്ലൂ ഹൗസ് ഇൻചാർജ് അധ്യാപകരെയും കായിക ലോകത്തെ പ്രതിഭകളെയും ഈ വേളയിൽ സമ്മാനം ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. സെന്റ് മേരീസ് വിദ്യാലയത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയം അതിൻ്റെ വിജയപാതയിൽ ഒരു വർഷം കൂടി പിന്നിടുകയാണ്. ഈ വേളയിൽ വിജയത്തിളക്കത്തിന് താങ്ങും തണലുമായിരുന്ന ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ 28 വർഷമായി UP വിഭാഗത്തിൽ ഞങ്ങൾക്ക് മുകളിൽ നിവർന്നു നിന്നിരുന്ന ഒരു തണൽമരമായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് വേലപ്പറമ്പിൽ അച്ഛന്റെ സഹോദരിയും സൗമ്യയും മിതഭാഷിയുമായ ജാൻസി ടീച്ചർ. ആ തണൽ ഈ വർഷത്തോടെ സ്കൂളിന് നഷ്ടപ്പെടുന്നു എന്ന ഓർമ്മ പോലും സങ്കടകരമാണ് ഞങ്ങൾക്ക്. ടീച്ചർക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഡ്യൂട്ടി ഈസ് ഡിവൈൻ എന്ന തത്വം പുതിയ തലമുറയ്ക്ക് പകർന്നു തന്ന VRS എടുത്ത് വിരമിക്കുന്ന ശ്രീമതി നീമാവോസ് ടീച്ചർക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ശ്രീമതി ഷീജ ടീച്ചർക്കും സഹപ്രവർത്തകരായ ഞങ്ങളുടെ ആശംസകൾ നേരുന്നു.
കൃതജ്ഞത അറിയിക്കുന്നു. ഇരിങ്ങാലക്കുടിയുടെ സാരഥ്യം കൈകളിലേന്തുന്ന ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോയ് ആയിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥി. മേഡത്തിന് ഈ യോഗം കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഊർജ്ജസ്വലതയോടെ വിശ്രമമില്ലാതെ വിദ്യാഭ്യാസ ജില്ലയെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കയായ DO മേഡം ശ്രീമതി ശൈല ടീച്ചർക്ക് അവരുടെ അസാന്നിധ്യത്തിനും നന്ദി അറിയിക്കുന്നു. ഇരിങ്ങാലക്കുട കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് കാര്യക്ഷമമായി നേതൃത്വം നൽകുന്ന മാനേജർ റവറൻഡ് ഫാദർ സീജോ ഇടുക്കനച്ചന് യോഗം നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ച വാർഡ് കൗൺസിലർ ശ്രീമതി പെനിയേരി മേഡത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്ത നമ്മുടെ പ്രിയങ്കയായ ഹെഡ്മിസ്റ്റർ ശ്രീമതി റീജ ജോസ് ടീച്ചർക്ക് കൃതജ്ഞതയുടെ വാടാമലരുകൾ തേടുന്നു. ആശംസകൾ അർപ്പിച്ച അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ഗിഡിൻ പഞ്ഞിക്കാരനെ കൃത്യമായ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ വർഷം പുതുതായി തെരഞ്ഞെടുത്ത നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അജോ ജോൺ, ശ്രീ തിമോസ് പാലക്കാടിനെ കൃതജ്ഞത അറിയിക്കുന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ ആൻസൺ ടോണി മാസ്റ്റർക്ക് നന്ദി അർപ്പിക്കുന്നു. OIC പ്രസിഡന്റ് ശ്രീ ജിയോ പോളിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മുടെ വിദ്യാലയത്തിന് സഹായങ്ങൾ നൽകി വരുന്നു. അദ്ദേഹത്തിന് ഏവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിച്ച സ്റ്റാഫ് പ്രതിനിധി ശ്രീമതി ഇന്ദു ബി പ്രപ്പായി ടീച്ചർക്കും സ്കൂൾ ലീഡർ കുമാരി ക്രിസ്റ്റാനിനും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഇനി കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ളത് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കാണ്. ശ്രീമതി ജാൻസി ടീച്ചർ 28 വർഷം UP അധ്യാപികയായി സേവനം ചെയ്തു. അതിൽ 22 വർഷവും വിദ്യാലയ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാലയത്തിന്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ജാൻസി ടീച്ചർക്ക് ഔപചാരികമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. സന്തോഷകരമായ റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു. 22 വർഷക്കാലം നമ്മുടെ വിദ്യാലയത്തിൽ കൃത്യതയോടെ സേവനം കാഴ്ചവെച്ച ശ്രീമതി നീമ റോസ് ടീച്ചർക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഭാവി മംഗളങ്ങൾ ആശംസിക്കുന്നു. ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ സ്വീകരിച്ചതിന് ഹയർ സെക്കൻഡറി അധ്യാപിക ശ്രീമതി ഷീജു ടീച്ചർക്ക് അതൈവമായ കൃതജ്ഞത അർപ്പിക്കുന്നു. വിശ്രമ ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പല്ലൊട്ടി സിനിമയിൽ അഭിനയിച്ച നമ്മുടെ വിദ്യാലയത്തിലെ സീനിയർ ആർട്ടിസ്റ്റ് മാസ്റ്റർ നീരജ് കൃഷ്ണയ്ക്ക് നന്ദിയുടെ നറുമലരുകൾ എഴുതുന്നു. സ്റ്റേറ്റ് വിന്നേഴ്സായ മാസ്റ്റർ അസാൻ സി ജീസിനും മാസ്റ്റർ അഡോണിസ് പിന്നുവിനും കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ ബന്ധുമിത്രാദികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഏറെ സ്നേഹത്തോടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. എൻഡോമെന്റ് ഏർപ്പെടുത്തിയ സുമനസ്സുകൾക്ക് കൃതജ്ഞത ചെയ്യുന്നു. എല്ലാ വർഷവും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ PP റപ്പായി ചേട്ടൻ 40 വർഷമായി ഇത് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ല മനസ്സിന് ഉടമയായ അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. റിട്ടയർ ചെയ്ത HMs, അധ്യാപകർ, അനധ്യാപകർ, മുൻ PTA പ്രസിഡന്റുമാർ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് കൃത്യമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും അഗൈതവുമായ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ വാർഷികാഘോഷം മനോഹരമായ ഒരു ദൃശ്യാനുഭവമാകുവാൻ പ്രേരിക്കുകയും സഹകരിക്കുകയും ചെയ്ത PTA മാതൃസംഗമം ഭാരവാഹികൾ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ്, സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ അവസരത്തിൽ ആത്മാർത്ഥതയോടെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.